warahmatullahi wabarakatuh. Welcome back to Island Media. വാർത്തകൾ വായിക്കുന്നത് അജ്മൽ. പാപ്പാനിയുടെ മാതൃകയിൽ ഗവർണറുടെ കോലം കത്തിച്ച് SFI നേതാക്കൾക്കെതിരെ കേസ്. ഇസ്രായേൽ വ്യോമാക്രമണം, മസ്ജിദുൽ അക്സ മുൻ ഇമാം കൊല്ലപ്പെട്ടു. രാമക്ഷേത്രം ഉദ്ഘാടന ക്ഷണം ലഭിച്ചത് കോൺഗ്രസിനല്ല, സോണിയക്കും ഗാർഗിയ ചെന്നിത്തലക്കും. ഏകദിനത്തിൽ വാർണർ ഷോ ഇനിയില്ല. വാർത്തകൾ വിശദമായി. കണ്ണൂർ പുതുവർഷ തലേന്ന് വാഴപ്പലം ബീച്ചിൽ ഗവർണറുടെ കോലം കത്തിച്ച സംഭവത്തിൽ SFI നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ, ജില്ലാ സെക്രട്ടറി PS സഞ്ജീവ് ഉൾപ്പെടെ 5 നേതാക്കൾക്കും കണ്ടാൽ അറിയാവുന്ന 20 പ്രവർത്തകർക്കുമെതിരെയാണ് ടൗൺ പോലീസ് കേസെടുത്തത്. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട മസ്ജിദുൽ അക്സ മുൻ ഇമാം ഡോക്ടർ യൂസുഫ് സലാമ 2005-2006 കാലഘട്ടത്തിലെ പലസ്തീൻ മതകാര മന്ത്രിയായിരുന്നു ഇദ്ദേഹം. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. അദ്ദേഹത്തിന്റെ കുടുംബമടക്കം 286 പേർക്ക് പരിക്കേറ്റു. രാമക്ഷേത്രം ഉദ്ഘാടന ക്ഷണം കിട്ടിയത് കോൺഗ്രസിനല്ല, സോണിയക്കും ഗാർഗിയ ചെന്നിത്തലക്കും. കോൺഗ്രസിനെ ഇതിൽ നിന്ന് മാറ്റുക എന്നുള്ള ഉദ്ദേശമാണ് ഇവിടെ. ഏകദിന വാർണർ ഷോ ഇനിയില്ല. ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഡേവിഡ് വാർണർ. ആവശ്യമെങ്കിൽ 2025 ചാമ്പ്യൻസ് ഓസ്ട്രേലിയൻ താരമായിരുന്നു ഇദ്ദേഹം. ഇന്ത്യയിൽ നടന്ന ലോകകപ്പിനിടെ ഏകദിനത്തിൽ നിന്ന് വിരമിക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് ആലോചിച്ചു വരികയായിരുന്നു എന്ന് വാർണർ പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. പാപ്പാനിയുടെ മാതൃകയിൽ ഗവർണറുടെ കോലം കത്തിച്ച് SFI നേതാക്കൾക്കെതിരെ കേസ്. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ മസ്ജിദുൽ അക്സ മുൻ ഇമാം കൊല്ലപ്പെട്ടു. രാമക്ഷേത്രം ഉദ്ഘാടന ക്ഷണം ലഭിച്ചത് കോൺഗ്രസിനല്ല, സോണിയ ഗാർഗിയ ചെന്നിത്തലക്കും. ഏകദിനത്തിൽ വാർണർ ഷോ ഇനിയില്ല. ഇതോടുകൂടി വാർത്തകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.